നമ്മുടെ ശാർക്കര ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ശാർക്കര ക്ഷേത്രത്തിൽ രാവിലെ കാപ്പി കൊടുക്കുന്ന കാഴ്ചയാണ്. അമ്പലത്തിന് ചുറ്റും ആരാനും നോക്കാനില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാപ്പി ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഉപ്പുമാവും പഴവും ആയിരുന്നു. എല്ലാ ദിവസവും ഇതുപോലെ ഇവിടെ കാപ്പി സദ്യ കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമല്ലേ? ആരാനും നോക്കാനില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും ഈ സമയമാകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ഇത് എന്നത്തെ ഒരു പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നതും ഈ ഒരു കാപ്പി സദ്യ വാങ്ങിച്ചുകൊണ്ടാണ്. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പ്രഭാത ഭക്ഷണം ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ശാർക്കര ക്ഷേത്രത്തിന് മുന്നിലുള്ള ശാർക്കര അമ്മ ഫ്ലവർ മാർട്ടിന്റെ കെയർ ഓഫിലാണ്. കൂടാതെ അമ്മതൻ കൈത്താങ് എന്ന പേരിലുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശാർക്കര അമ്മ ഫ്ലവർ മാർട്ടിലെ കണ്ണൻ ചേട്ടനാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഇവർക്ക് വേണ്ടി ചെയ്യാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു നന്മയും കാരുണ്യവും ആയിരിക്കും. ഒരു നേരത്തെ അന്ന ഇവർക്ക് വേണ്ടി നൽകാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പൂക്കടയെ സമീപിച്ചാൽ മതി. എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഈ ഒരു പൂക്കടയിൽ നിന്ന് കാപ്പി കൊടുക്കാറുണ്ട്. ചില നേരങ്ങളിൽ ചില ഉച്ച സമയങ്ങളിൽ സ്പോൺസർമാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ച സദ്യയും കൊടുക്കാറുണ്ട്. നമ്മൾ വെറുതെ പഴായി കളയുന്ന ഒരുപാട് പൈസയുണ്ട്. ചിലപ്പോൾ അത് ഒരു നേരത്ത് ഒരുപാട് പേരുടെ വിശപ്പകറ്റാൻ വേണ്ടി സഹായിക്കും. ആ ഒരു സഹായം ഒരുപാട് പ്രാർത്ഥനയായും കാരുണ്യമായിട്ടും നന്മയായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും രാവിലെ ഇവര് ഈ ഒരു പ്രഭാത ഭക്ഷണം നോക്കിയിരിക്കാറുണ്ട്. ഒരിക്കൽ പോലും തെറ്റാത്ത എന്നും നടക്കുന്ന ഒരു ചടങ്ങാണിത്. ചടങ്ങെന്ന് വെച്ചാൽ ഒരു മഹത്തായ കാര്യം. വിശപ്പിനേക്കാൾ വലിയ വികാരം വേറെ ഒന്നും ഇല്ലെന്നല്ലേ പറയുന്നത്. ആ വിശപ്പകറ്റാനുള്ള ഒരു നേരത്തെ അന്നമാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ കൈത്താങ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കൈത്താങ്ങായിരിക്കും ഇവരുടെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ ചിറയൻകീഴുകാർക്ക് അറിയാമായിരിക്കുമല്ലോ, ചിറയൻകീഴിന്റെ ഏറ്റവും ഒഴിച്ചുകൂടാത്ത സൗഭാഗ്യങ്ങളിലും പുണ്യമായിട്ടുള്ള ഒന്നാണ് ശാർക്കര ക്ഷേത്രം. അപ്പൊ ഈ കൊല്ലത്ത് 2026 ശാർക്കര പൊങ്കാല വരുന്നത് ഫെബ്രുവരി 14-നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ശാർക്കര അമ്മ ഫ്ലവർ മാർട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് സമീപിച്ചാൽ മതി. നിങ്ങൾ മനസ്സിലാച്ചാൽ നിങ്ങൾക്കും ഇതിലൊരു പങ്കാളിയാവാം. നിങ്ങളെ എല്ലാവരെയും ശാർക്കര ദേവി അനുഗ്രഹിക്കട്ടെ.